സോറിയാസിസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ത്വക്ക് രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോറിയാസിസ് തന്നെയായിരിക്കും. അത് പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിലുണ്ടാകുന്ന ചുമന്ന കുത്തുകളോ പാടുകളോ ആയിട്ടും അല്ലെങ്കിൽ ചെതുമ്പൽ പോലുള്ള വെള്ള ചെതുമ്പൽ പോലുള്ള പാടുകളുമായിട്ടാണ് സോറിയാസിസ് പലപ്പോഴും കാണുവരുന്നത്. അപ്പോൾ ശരീരത്തിൽ ബാധിക്കുമ്പോൾ അതിനെ ക്യൂട്ടേനിയസ് സോറിയാസിസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിനെ ബാധിക്കാം, ഇതിനെ സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയും. ചില അവസരങ്ങളിൽ ഇത് നഖങ്ങളെയും ബാധിക്കാം, അതിനെ നെയിൽ സോറിയാസിസ് എന്ന് പറയും. 30% സോറിയാസിസ് രോഗികളിൽ 30 മുതൽ 40% ചിലപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാം. അപ്പോൾ ഇതെന്താണ്? ഇതുപോലെ ആമവാദവും ഒക്കെ മറ്റ് വാദങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ ഇത് സന്ധികളെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അത് പെരിഫറൽ ആർത്രൈറ്റിസ് ആയിട്ട് വരാം. അപ്പം ഒന്നത് ചിലപ്പോൾ ആക്സിയൽ ആർത്രൈറ്റിസ് ആയിട്ടും വരാം. അപ്പം പെരിഫറൽ എന്ന് പറയുമ്പോൾ ജോയിൻസിൽ സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടും വേദനയും. പലപ്പോഴും ഇതിൻ്റെ പാറ്റേൺ ഒരു ഒളിഗോ ആർത്രൈറ്റിസ് ആയിരിക്കും, അതായത് 4 അതിൽ താഴെയുള്ള ജോയിൻസിനായിരിക്കും. ചിലപ്പോൾ കണങ്കാലിൽ ഒരു നീരും വേദനയും, മുട്ടിലൊരു നീരും വേദനയും, വിരലിൽ ഒരെണ്ണം വേദന. അപ്പോൾ ഈ ഒരു പാറ്റേണാണ് അധികവും കണ്ടുവരുന്നത്. എന്നാൽ ആമവാദത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അഡിറ്റീവ് സിമെട്രിക്കലായിട്ടുള്ള, അതായത് ഈ 5 വിരലിലുണ്ടെങ്കിൽ ഈ 5 വിരലും വരുന്ന സിമെട്രിക്കലായിട്ടുള്ള ആർത്രൈറ്റിസ് ആയിട്ടും വിരളമായിട്ടാണെങ്കിലും സോറിയാറ്റിക് ആർത്രൈറ്റിസ് പ്രസന്റ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ? അപ്പോൾ ഇതല്ലാതെ ചിലപ്പോൾ വിരൽ മൊത്തം വീക്കമായിട്ട് വരാം. ഇതിനെ നമ്മൾ ഡാക്ടലൈറ്റിസ് അഥവാ സോസേജ് ഡിജിറ്റ് എന്നൊക്കെ പറയും. സോസേജ് പോലെ തന്നെ വീർത്തിരിക്കാം. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ഗൗട്ടാണെന്ന് തെറ്റിദ്ധരിച്ചൊക്കെ കുറേ കാലം ട്രീറ്റ്മെൻറ്റ് എടുത്ത പേഷ്യൻസൊക്കെ വരാറുണ്ട്. അപ്പം ചിലപ്പോൾ ഈ വിരലുകൾ മൊത്തം വീക്കമായിട്ട് വരാം. പിന്നീടുള്ളൊരു ലക്ഷണം ഇതിൻ്റെ ഈ എൻതിസൈറ്റിസ് ആണ്. എൻതിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ മസിൽ വന്ന് ജോയിൻറ്റിൽ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ എൻതിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ലക്ഷണം പലപ്പോഴും ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഉപ്പൂറ്റി വേദന, കണങ്കാലിൻ്റെ ഇവിടെ അക്കിലിസ് ടെൻഡനിലുള്ള വേദന, ഇതൊക്കെയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ്. മറ്റൊരു സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണമാണ് കണ്ണുകളെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. അത് കണ്ണിൽ ചുമപ്പും വേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിന് യുവിഐറ്റിസ് എന്ന് പറയും. മറ്റൊരു പ്രധാന കാര്യം ഈ സോറിയാസിസും സോറിയാറ്റിക് ആർത്രൈറ്റിസിലും ഈ രോഗികളിൽ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന, അതായത് നമ്മുടെ കുറച്ച് പൊണ്ണത്തടി, ഒബേസിറ്റി, ഫാറ്റി ലിവർ ഡിസീസ്, കൊളസ്ട്രോൾ അധികമായിരിക്കുക, ഹൈപ്പർ ടെൻഷൻ, ഷുഗർ വരാനുള്ള പ്രവണത കൂടുതൽ, ഇത് കുറച്ച് കൂടുതലായിട്ടാണ്. അത് യൂറിക് ആസിഡ് കൂടുതൽ ഈ ആളുകളിൽ ഈ മെറ്റബോളിക് സിൻഡ്രോത്തിൻ്റെ ഒരു ഇൻസിഡൻസ് കുറച്ച് കൂടുതലാണ് മറ്റ് വാദങ്ങളെ അപേക്ഷിച്ച്. അപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ അതിനൊരു സുപ്രധാന പങ്കുമുണ്ട്. അപ്പം നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വാദവും ഇതുമൊക്കെ കണ്ടുപിടിച്ചെങ്കിലും നമ്മൾ ഇവരുടെ ഒരു മറ്റെല്ലാ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ പല ഡൊമൈൻസ് ഉള്ള ഒരു അസുഖമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് പേഷ്യൻസിന് വളരെ സ്കിന്നിനെ ഇൻവോൾവ് ആണ്, ജോയിൻറ്റിനെ, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ ഇത് ബാധിക്കും. അതുമാത്രമല്ല, പെയിൻ ഒന്നൊരു ഫാക്ടർ മാത്രമല്ല, അവരുടെ വർക്ക്, സോഷ്യൽ ലൈഫ്, പലപ്പോഴും അവർ ഡിപ്രസ്ഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം അവർക്കൊരു ഇൻഹിബിഷനാണ് സമൂഹത്തിൽ പോകാൻ. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇത് പകരുന്ന അസുഖമാണ്, ഇതൊരിക്കലും മാറില്ല, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ നിലനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ പലപ്പോഴും ഇത് അണ്ടർ ട്രീറ്റഡുമാണ്. കാരണം ഡയഗ്നോസിസ് കുറച്ച് ഡിലേ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് മറ്റസുഖങ്ങളെ ഒരു ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളെയും പോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനുണ്ടാകുന്ന ഒരു ചെറിയ തകരാറ് കൊണ്ട് അത് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന, കോശങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ്, ക്രോണിക് അസുഖമാണ്. അപ്പോൾ ഇത് അങ്ങനെ ചികിത്സിച്ച് മാറ്റാമോ എന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മാറില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആസ്മയൊക്കെ പോലെ, ആസ്മ ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറില്ല, പക്ഷേ നല്ല മരുന്നുകളൊക്കെ കഴിച്ച് നമുക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. വൈകല്യങ്ങൾ വരാതിരിക്കാൻ പറ്റും, സ്കിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോറിയാസിസ് തീർച്ചയായിട്ടും ഒരു ചികിത്സ കൊണ്ട് നല്ല ഗുണമുണ്ടാകുന്ന ഒരു അസുഖമാണ് സോറിയാസിസും സോറിയാറ്റിക് ആർത്രൈറ്റിസും ഇപ്പോൾ.